ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. ഇന്ത്യയും റൊമാനിയയും തമ്മിലുള്ള സാമ്പത്തിക നിക്ഷേപ ബന്ധങ്ങൾ വികസിപ്പിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ നടപടി വേഗത്തിലാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനുള്ള കരട് ബില്ലിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. കേന്ദ്രമന്ത്രിമാരായ JP നഡ്ഡയും ജിതേന്ദ്ര സിംഗും ഇന്ന് ന്യൂഡൽഹിയിൽ CJP പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി. നാളെ വീണ്ടും ചർച്ച. മിഷൻ പോഷൻ 2.0 കീഴിൽ 2 ലക്ഷം അങ്കണവാടികളെ സക്ഷമ അങ്കണവാടികളായി ഉയർത്തുമെന്ന് കേന്ദ്ര സർക്കാർ. ബഹിരാകാശ പ്രതിരോധ മേഖലകളിലെ വലിയ സാധ്യതകൾ കേരളം പ്രയോജനപ്പെടുത്തുമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ ശ്രീഹരി നടരാജ് ബാക്ക് സ്ട്രോക്ക് നീന്തൽ സെമിഫൈനലിൽ. വാർത്തകൾ വിശദമായി. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ സമ്മേളന നടപടികൾ ആരംഭിച്ചപ്പോൾ മുതൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ഇരുസഭകളിലും പ്രതിപക്ഷം ബഹളം തുടങ്ങി. ചോദ്യപേപ്പർ ചോർച്ച വിഷയം ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണെന്നും ഈ വിഷയത്തിൽ കർശനമായ നിയമം കൊണ്ടുവരുമെന്നും പ്രധാനമന്ത്രി രാജ്യത്തിന് ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ലോക്സഭയിൽ പറഞ്ഞു. എന്നാൽ ബഹളം തുടർന്നതോടെ സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഇരുസഭകളും തിങ്കളാഴ്ച വീണ്ടും സമ്മേളിക്കും. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതുവരെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ പ്രതിപക്ഷം ഒരു ചർച്ചയിലും പങ്കെടുക്കില്ലെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പാർലമെന്റ് പരിസരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ നടപടി വേഗത്തിലാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനും സംഭവത്തിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള കരട് ബില്ലിന് കേന്ദ്രമന്ത്രിസഭ ഇന്ന് അംഗീകാരം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ബില്ലിന് അംഗീകാരം നൽകിയത്. ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി ഇന്നലെ വീഡിയോ സന്ദേശത്തിൽ അറിയിച്ചിരുന്നു. രാജ്യത്ത് 3 രാസവസ്തു പാർക്കുകൾ സ്ഥാപിക്കുന്നതിനുള്ള ഭാരത് ഔദ്യോഗിക് വികാസ് യോജന രസായൻ പദ്ധതിക്കും മന്ത്രിസഭ അംഗീകാരം നൽകി. കേന്ദ്രമന്ത്രിമാരായ JP നഡ്ഡയും ജിതേന്ദ്ര സിംഗും ഇന്ന് ന്യൂഡൽഹിയിൽ CJP പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി. CJP 3 പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചതായും പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനായി ചില പരിഷ്കാരങ്ങൾ നിർദ്ദേശിച്ചതായും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നഡ്ഡ മാധ്യമങ്ങളോട് പറഞ്ഞു. CJP പ്രതിനിധി സംഘവുമായി നാളെ വീണ്ടും ചർച്ച നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CJP മുന്നോട്ട് വച്ച 2 ആവശ്യങ്ങൾ സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചതായി CJP വക്താവ് അശുതോഷ് ശൃംഗ മാധ്യമങ്ങളോട് പറഞ്ഞു. നീറ്റ് UG പരീക്ഷാ പേപ്പർ ചോർച്ചയെ തുടർന്ന് നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളുടെ പുരോഗതി സംബന്ധിച്ച് വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കേന്ദ്രത്തോടും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയോടും നിർദ്ദേശിച്ച് സുപ്രീംകോടതി. താൽക്കാലിക നടപടികളെ ആശ്രയിക്കുന്നതിന് പകരം പരിഷ്കാരങ്ങൾ വ്യവസ്ഥാപിതമാക്കാൻ സ്വീകരിച്ച നടപടികൾ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കണമെന്നും കോടതി പറഞ്ഞു. കേസ് തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും. അയൽ രാജ്യങ്ങളിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ സർക്കാർ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും രാജ്യസുരക്ഷ സംരക്ഷിക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. അതിർത്തി കടന്നുള്ള ഭീകരത ഉൾപ്പെടെ തടയാൻ അന്താരാഷ്ട്ര സഹകരണം തേടുന്നുണ്ടെന്നും അദ്ദേഹം ലോക്സഭയിൽ പറഞ്ഞു. വിശദാംശങ്ങളിലേക്ക്. ഭീകരവാദം തടയാൻ 31 രാജ്യങ്ങളുമായി സഹകരിച്ച് സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പുകൾ രൂപീകരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലോക്സഭയിൽ അറിയിച്ചു. അതേസമയം മെഡിക്കൽ കോളേജുകളുടെയും ഡിഗ്രി PG സീറ്റുകളുടെയും എണ്ണം സർക്കാർ വർദ്ധിപ്പിച്ചതായി ആരോഗ്യ കുടുംബക്ഷേമ സഹമന്ത്രി അനുപ്രിയ പട്ടേൽ ലോക്സഭയിൽ അറിയിച്ചു. 2014 മുതൽ ഇതുവരെ മെഡിക്കൽ കോളേജുകളുടെ എണ്ണം 387 നിന്ന് 844 വർദ്ധിച്ചു. ഇന്ത്യയിൽ ടെലിവിഷൻ റേറ്റിംഗുകൾ നിയന്ത്രിക്കുന്നതിനുള്ള സമഗ്രമായ മാർഗനിർദ്ദേശങ്ങൾ വ്യക്തമാക്കുന്ന TV റേറ്റിംഗ് നയം 2026 സർക്കാർ പുറത്തിറക്കിയതായി വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് രാജ്യസഭയിൽ പറഞ്ഞു. TV റേറ്റിംഗ് സേവനങ്ങൾ നൽകുന്ന ഏജൻസികളുടെ രജിസ്ട്രേഷൻ, പ്രവർത്തനം, ഓഡിറ്റ്, മേൽനോട്ടം എന്നിവയിൽ കൃത്യത ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണെന്ന് ശ്രീ വൈഷ്ണവ് ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ദേശീയ ബഹുമതികളെ അവഹേളിക്കുന്നത് തടയുന്നത് സംബന്ധിച്ച ഭേദഗതി ബിൽ 2026 ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിച്ചു. ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായിയാണ് ബിൽ അവതരിപ്പിച്ചത്. 1971 ദേശീയ ബഹുമതികളെ അവഹേളിക്കുന്നത് തടയുന്ന നിയമത്തിൽ കൂടുതൽ ഭേദഗതികൾ വരുത്താനാണ് ബിൽ ലക്ഷ്യമിടുന്നത്. പ്രതിപക്ഷ MPമാർ ബിൽ അവതരണത്തെ എതിർത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
കുട്ടികളിൽ മെച്ചപ്പെട്ട പോഷകാഹാരവും പ്രാഥമിക പരിചരണവും വിദ്യാഭ്യാസവും ഉറപ്പാക്കുന്നതിനായി മിഷൻ പോഷൻ 2.0 കീഴിൽ 2 ലക്ഷം അങ്കണവാടികളെ സക്ഷം അങ്കണവാടികളായി ഉയർത്തുമെന്ന് കേന്ദ്ര സർക്കാർ. ലോക്സഭയിൽ വനിതാ ശിശുവികസന സഹമന്ത്രി സാവിത്രി ഠാക്കൂറാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പോഷകാഹാരക്കുറവ് കൂടുതലായി കാണപ്പെടുന്ന ജില്ലകൾ ഉൾപ്പെടെ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും മിഷൻ നടപ്പിലാക്കി വരികയാണെന്ന് മന്ത്രി പറഞ്ഞു. ഇന്ത്യയും റൊമാനിയയും തമ്മിലുള്ള സാമ്പത്തിക നിക്ഷേപ ബന്ധങ്ങൾ വികസിപ്പിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ബുക്കാറസ്റ്റിൽ ഇന്ത്യ റൊമാനിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. റൊമാനിയയുടെ തന്ത്രപരമായ സ്ഥാനം, വൈദഗ്ധ്യമുള്ള തൊഴിൽ ശക്തി, യൂറോപ്യൻ യൂണിയനുമായുള്ള ശക്തമായ സംയോജനം എന്നിവ ഇന്ത്യയുടെ വ്യവസായ മേഖലയ്ക്ക് ഗുണം ചെയ്യുമെന്ന് രാഷ്ട്രപതി വ്യക്തമാക്കി. India-EU Free Trade Agreement is an important milestone in India-EU strategic partnership. Trade and economic cooperation are central to the contemporary partnership. With a combined market of nearly 2 billion people and an economic zone of around $25 trillion, the India-EU FTA is among the most significant economic partnerships in the world. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നതുവരെ സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കില്ലെന്ന് ഇന്ത്യ. അയൽരാജ്യത്ത് ഇന്ത്യ മനഃപൂർവ്വം വെള്ളപ്പൊക്കമുണ്ടാക്കുകയാണെന്ന പാകിസ്ഥാൻ മാധ്യമ റിപ്പോർട്ടുകൾ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ നിഷേധിച്ചു. ജമ്മുവിലും സമീപ പ്രദേശങ്ങളിലുമുണ്ടായ ശക്തമായ മഴയുടെ അനന്തരഫലമായാണ് ചെനാബ് നദിയിലെ ഒഴുക്ക് വർദ്ധിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലവിലെ പ്രതിഷേധങ്ങൾ അവസാനിപ്പിക്കാൻ നടപടിയെടുക്കാൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർദ്ദേശം നൽകിയതായി ഡൽഹി അഡീഷണൽ പോലീസ് കമ്മീഷണർ രാജീവ് രഞ്ജൻ പറഞ്ഞുവെന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗമാണ് ഈ വീഡിയോ വ്യാജവും നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് തയ്യാറാക്കിയതുമാണെന്ന് അറിയിച്ചത്. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന്റെ 2ാം ദിനത്തിൽ ഇന്ത്യയുടെ ശ്രീഹരി നടരാജ് പുരുഷന്മാരുടെ 50 മീറ്റർ ബാക്ക് സ്ട്രോക്ക് നീന്തലിൽ സെമിഫൈനലിൽ കടന്നു. ഹീറ്റ്സിൽ 25.52 സെക്കൻഡ് സമയം കുറിച്ചാണ് നടരാജ് യോഗ്യത നേടിയത്. സെമിഫൈനൽ പോരാട്ടങ്ങൾ ഇന്ന് രാത്രി നടക്കും. ബഹിരാകാശ വ്യോമയാന പ്രതിരോധ വ്യവസായങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനമായി കേരളത്തെ വികസിപ്പിക്കുമെന്ന് മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടി. കേരളത്തിന്റെ ബഹിരാകാശ വ്യാവസായിക അന്തരീക്ഷം ശക്തിപ്പെടുത്തുന്നതിനായി തിരുവനന്തപുരത്ത് നടന്ന കൺസൾട്ടേഷൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബഹിരാകാശ പ്രതിരോധ മേഖലകളിൽ കേരളത്തിനുള്ള വലിയ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ സർക്കാർ പൂർണ്ണ സജ്ജമാണെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136ാം പതിപ്പ് മറ്റന്നാൾ രാവിലെ 11 മണിക്ക്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുകൂടി പങ്കുവയ്ക്കാം. യാത്രക്കാരുടെ സുരക്ഷയും സംരക്ഷണവും ശക്തിപ്പെടുത്തുന്നതിനായി 3215 റെയിൽവേ സ്റ്റേഷനുകളിലും 13409 പാസഞ്ചർ കോച്ചുകളിലും സിസിടിവി നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി ഇന്ത്യൻ റെയിൽവേ. 425 സ്റ്റേഷനുകളിൽ സിസിടിവി സംവിധാനമൊരുക്കിയ ഉത്തര റെയിൽവേയാണ് മുന്നിൽ. ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള നിർദ്ദിഷ്ട സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച 2ാം റൌണ്ട് ചർച്ച പൂർത്തിയായി. വ്യാപാരത്തിനുള്ള സാങ്കേതിക തടസ്സങ്ങൾ, കസ്റ്റംസ് നടപടിക്രമങ്ങൾ, സാമ്പത്തിക സഹകരണം തുടങ്ങിയ വിഷയങ്ങളിലാണ് ചർച്ച നടന്നത്. മാഡ്രിഡ് മേഖലയിലുണ്ടായ കാട്ടുതീയെ തുടർന്ന് 10,000-ഓളം പേരെ ഒഴിപ്പിക്കേണ്ടി വന്ന സാഹചര്യത്തിൽ സ്പെയിൻ സർക്കാർ ഇന്ന് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. കടുത്ത ഉഷ്ണതരംഗത്തിനിടെ കാട്ടുതീ നിയന്ത്രണാതീതമായി പടർന്നതിനെ തുടർന്നാണ് സമീപ ഗ്രാമങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയും റൊമാനിയയും തമ്മിലുള്ള സാമ്പത്തിക നിക്ഷേപ ബന്ധങ്ങൾ വികസിപ്പിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ നടപടി വേഗത്തിലാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനുള്ള കരട് ബില്ലിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. കേന്ദ്രമന്ത്രിമാരായ ജെ.പി. നഡ്ഡയും ജിതേന്ദ്ര സിംഗും ഇന്ന് ന്യൂഡൽഹിയിൽ സിജെപി പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി. നാളെ വീണ്ടും ചർച്ച. മിഷൻ പോഷൻ 2.0 കീഴിൽ 2 ലക്ഷം അങ്കണവാടികളെ സക്ഷം അങ്കണവാടികളായി ഉയർത്തുമെന്ന് കേന്ദ്ര സർക്കാർ. ബഹിരാകാശ പ്രതിരോധ മേഖലകളിലെ വലിയ സാധ്യതകൾ കേരളം പ്രയോജനപ്പെടുത്തുമെന്ന് മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടി. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ ശ്രീഹരി നടരാജ് ബാക്ക് സ്ട്രോക്ക് നീന്തൽ സെമിഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.